പരവൂർ നാടകശാലയുടെ നാടകോത്സവം 2025 സമാപിച്ചു. ഒക്ടോബർ 14 മുതൽ 23 വരെയാണ് നാടകോത്സവം 2025 നടന്നത്. കോട്ടപ്പുറം ഹൈസ്കൂൾ അങ്കണത്തിൽ വെച്ചായിരുന്നു നാടകോത്സവം 2025 സംഘടിപ്പിച്ചത്. 10 ദിവസമായി നടന്ന നാടകോത്സവത്തിൽ ഓരോ ദിവസവും ഓരോ ട്രൂപ്പിലെ നാടകം നടന്നു. ഒക്ടോബർ 23 വൈകുന്നേരം നടന്ന സമാപന സമ്മേളനവും സമ്മാനദാനവും സിനിമ സാംസ്കാരിക പ്രവർത്തകയായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വളരെയധികം നിലവാരം പുലർത്തിയ നാടകങ്ങൾ കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങളിൽ ഏറെ പേരും അല്ലെ? എല്ലാവരും നാടകം കണ്ടവരല്ലേ? കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങൾ ഇവരിൽ ഏറെ പേരും. എല്ലാവരും മാർക്കിട്ടിട്ടുമുണ്ട്. മാർക്കിടുന്നത് ഒരുപക്ഷെ നമ്മൾ മാർക്കിടുന്നത് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയല്ല. ഈ നാടക സമൂഹത്തിന് എന്ത് കൊടുത്തു, എന്ത് കൊടുക്കുന്നുണ്ട്, ഈ സമൂഹത്തിന്റെ ഈ നാടകത്തിന്റെ സംഭാവനയായിട്ട് നാളത്തെ ശ്വാസനിശ്വാസങ്ങളിൽ ഈ സമൂഹത്ത് എന്ത് ഏറ്റുവാങ്ങുന്നുണ്ട് എന്നുള്ളിടത്താണ് പ്രേക്ഷകർ, കാണികൾ മാർക്കിടുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അത്തരത്തിൽ ഈ കാലഘട്ടത്തിൽ നാടകം കാണുന്നത്. കാരണം അനിവാര്യമായ ഇടപെടലുകൾ, ഏറ്റവും ശക്തമായ സാംസ്കാരിക ഇടപെടലുകൾ ഉണ്ടാവേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ചരിത്രത്തിൽ തന്നെ വലിയ നീണ്ട കാലയളവിന്റെ ചരിത്രമൊന്നും മലയാള നാടകങ്ങൾക്കില്ലെങ്കിൽ പോലും 19ാം നൂറ്റാണ്ടിന്റെ അവസാനം 1882 മണിപ്രവാള സാഹിത്യത്തിൽ എഴുതപ്പെടുന്ന അഭിജ്ഞാന ശാകുന്തള നാടകം മുതൽ ഇങ്ങോട്ടുള്ള ഒരു മലയാള നാടകത്തിന്റെ ചരിത്രമെടുത്താൽ വലിയ അങ്ങോട്ട് നീണ്ട കാലയളവൊന്നും നാടകത്തിന് കാലയളവിൽ പറയാനില്ല. പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ഗതിവിഗതികളെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ പിൻ പോയിന്റുകളിൽ കൊണ്ട്, എണ്ണെടുക്കാൻ പറ്റുന്ന പിൻ പോയിന്റുകൾ കൊണ്ട്, അതും എണ്ണത്തിൽ കൂടുതലല്ല, എണ്ണെടുക്കാൻ പറ്റുന്ന പിൻ പോയിന്റുകൾ കൊണ്ട് കേരളത്തിന്റെ മാനവിക സാമൂഹ്യ സാംസ്കാരികതയെ നിർണയിച്ചത് എന്തെന്ന് ചോദിച്ചാൽ മലയാള നാടകം എന്ന് തന്നെ പറയേണ്ടുന്ന ഒരിടത്തേക്ക് നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. അതൊരു അതിശയോക്തിയല്ല. നാടകത്തിന്റെ ചരിത്രത്തിൽ 1, 2, 3, 4 ഭാഗങ്ങളിലായിട്ടാണ് ഇന്ന് മലയാളം നിൽക്കുന്നത്. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്ര ഗതിവിഗതികളെ, കേരളത്തിന്റെ വളർച്ചയെ, കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തെ, ഒരുപക്ഷെ രാഷ്ട്രീയ അഡ്മിനിസ്ട്രേഷനെ വരെ സ്വാധീനിച്ച സാമൂഹ്യ സാംസ്കാരിക മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ അത് നാടകം തന്നെയാണ്. ഓരോ സമയത്തും നാടകം ആ രീതിയിൽ അതിന്റെ കർത്തവ്യം നിർവഹിച്ച് തന്നെയാണ് വന്നത്. അവിടെയും നിങ്ങളെ പോലെയുള്ള നാടകത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന നമുക്ക് ഓരോ സമയങ്ങളിലും നാടകം ഏത് രീതിയിലൊക്കെയാണ് അതിന്റെ കർത്തവ്യം നിർവഹിച്ചത് എന്ന് പറയുമ്പോഴും ഇന്ന് അനുഭവിക്കുന്ന പോലെ, ഇതിപ്പോ ഇവിടെ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നിലവാരം പുലർത്തിയ 10 നാടകങ്ങളാണ് ഇവിടെ മത്സരിച്ചത്. അങ്ങനെ തന്നെയായിരുന്നോ? അതെയോ സംഘാടകൻ എന്നുള്ള നില അതിശയോക്തിയോടുകൂടി പറഞ്ഞാണോ? അല്ല, നിലവാരമുള്ള നാടകങ്ങൾ തന്നെയാണ്. നാടകത്തിന്റെ നിലവാരം എല്ലാ വിമർശകരും ഏത് കാലഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് നാടകം വേദിയിൽ കാണിക്കുന്ന ഗിമിക്സുകളിലല്ല, നാടകം എന്ത് പറയുന്നു എന്നുള്ളിടത്താണ് പ്രാധാന്യം. പരവൂർ നാടകോത്സവം സംഘാടക സമിതി ചെയർമാൻ കെ സേതുമാധവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ 4ാമത് നാടകോത്സവമാണ് നടന്നിട്ടുള്ളത്. 2019 ഈ സംരംഭം ആരംഭിച്ചത്. ഇതിനുശേഷം കോവിഡ് 1 വർഷം നടക്കാതെ പോയി. കഴിഞ്ഞ ദുരന്തവുമായി ബന്ധപ്പെട്ട്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രോഗ്രാം നടന്നിരുന്നില്ല. 2 വർഷം നമ്മുടെ പ്രോഗ്രാം നടക്കാതെ പോയിട്ടുണ്ട്. ആദ്യ വർഷം മുതൽ തന്നെ നാടകോത്സവം, അതിൽ 9 നാടകങ്ങൾ, നമ്മൾ ക്ഷണിച്ചു കൊണ്ടുവരുന്ന 9 നാടകങ്ങൾ മത്സര ഇനത്തിൽപ്പെടുത്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10ാമത്തെ നാടകം കഴിഞ്ഞ വർഷങ്ങളിൽ നാടകശാലയുടെ നാടകം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഇക്കുറി 9 നാടകങ്ങൾ ഈ വർഷത്തെ നാടകമാണ്, പുതിയ നാടകങ്ങളാണ് അവതരിപ്പിച്ചത്. 10ാമത്തെ നാടകം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നാടകമായിട്ടുള്ള വനിതാ മെസ്. അപ്പോൾ 10 നാടകങ്ങളും ഏറ്റവും മികച്ച നാടകങ്ങളാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ഇവിടെ സാധാരണ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ 3 വർഷം നടന്ന നാടകോത്സവത്തിൽ ഏതെങ്കിലും ചില നാടകങ്ങൾ
നിലവാരം കുറച്ച് മോശമായിട്ട് ഒക്കെ വരുന്ന സ്വാഭാവികമായിട്ട് വരുന്ന കാര്യമുണ്ട്. കാരണം നമ്മൾ നാടകം കണ്ടു ബുക്ക് ചെയ്യുന്നതല്ല, പുതിയ നാടകങ്ങൾ ആദ്യം നമ്മുടെ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്രാവശ്യം ഒരു പ്രത്യേകത, അവതരിപ്പിച്ച 9 നാടകങ്ങളും ഈ കഴിഞ്ഞ ഇന്നത്തെ നാടകം ഉൾപ്പെടെ 10 നാടകങ്ങളും ഏറ്റവും മികച്ച നിലവാരം പുലർത്തിയ നാടകങ്ങളായിരുന്നു എന്നൊരു പ്രത്യേകതയാണ് ഈ നാടകോത്സവവുമായി ബന്ധപ്പെട്ടുള്ളത്. വളരെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. എല്ലാ ദിവസവും കടുത്ത വലിയ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ആ മഴയത്തും ഈ വേദി നിറഞ്ഞ്, ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ വളരെ കൃത്യമായി 7 മണിക്ക് നാടകം കാണാൻ എത്തിച്ചേരുന്ന ഒരു അനുഭവമാണുള്ളത്. പരവൂർ നാടകോത്സവം സംഘാടക സമിതി ജനറൽ കൺവീനർ അനിൽ ജി പരവൂർ സ്വാഗതം ആശംസിച്ചു. മാണിയാട്ട് NN പിള്ള സ്മാരക നാടക മത്സരം ജനറൽ കൺവീനർ TV ബാലൻ മാണിയാട്ട്, കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം ആനയടി പ്രസാദ്, കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം ചിറക്കര സലീം കുമാർ, T സുവർണൻ പരവൂർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. വിജയികൾക്കുള്ള സമ്മാനവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു.